ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കലണ്ടർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ടിൽ 1900 മുതൽ 2000 വരെയുള്ള ഇയർ, അതിനിടയിൽ വരുന്ന ചോദ്യങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ഏത് ദിവസമാണെന്നാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഈ പാർട്ടിൽ 2000 മുതൽ 2100 വരെയുള്ള വർഷങ്ങളിലുള്ള ദിവസങ്ങൾ ഏത് ദിവസം ചോദിച്ചാലും അത് ഏത് ദിവസമായിരിക്കും എന്നാണ് ഈ പാർട്ടിൽ കാണിക്കുന്നത്. 2000 മുതൽ 2100 വരെയുള്ള വർഷങ്ങളിലെ ദിവസങ്ങൾ എങ്ങനെ കാണാം എന്നാണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചതായിരുന്നു കീ ഡിജിറ്റ് അല്ലേ, കീ ഡിജിറ്റ് ഓഫ് ദ മന്ത് നമ്മൾ പറഞ്ഞു, അതേപോലെ കീ ഡിജിറ്റ് ഓഫ് ദ വീക്ക്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കീ ഡിജിറ്റ് ഓഫ് ദ വീക്കിന് ഒരു ചെറിയ മാറ്റമുണ്ട്. കീ ഡിജിറ്റ് ഓഫ് ദ മന്ത് സെയിം തന്നെ. ജനുവരി 1, ഫെബ്രുവരി 4, മാർച്ച് 4, ഏപ്രിൽ 0, മെയ് 2, ജൂൺ 5, ജൂലൈ 0, ആഗസ്റ്റ് 3, സെപ്റ്റംബർ 6, ഒക്ടോബർ 1, നവംബർ 4, ഡിസംബർ 6. ഇങ്ങനെയാണ് ഓരോ മന്തിൻ്റെയും അതിൻ്റെ കീ ഡിജിറ്റ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചു. അതെന്നെ സെയിം ആണ്. ഇവിടെ കീ ഡിജിറ്റ് ഓഫ് ദ മന്തിന് മാറ്റമില്ല. ഇനി രണ്ടാമത്തെ പാർട്ടിലാണ് ഇവിടെ മാറ്റമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കീ ഡിജിറ്റ് ഓഫ് ദ ഡേക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ മുതലാണ്. സൺഡേ 1, മൺഡേ 2, ട്യൂസ്ഡേ 3, വെനസ്ഡേ 4, തേഴ്സ്ഡേ 5, ഫ്രൈഡേ 6, സാറ്റർഡേ 0. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ 1900-ത്തിനിടയിലും 2000-ത്തിനിടയിൽ 1900 മുതൽ 2000 വരെയുള്ള ഇയറിലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കീ ഡിജിറ്റ് ഓഫ് ദ ഡേയ്സ് ഇട്ടിരുന്നു. എന്നാൽ ഇത് നമ്മൾ പറഞ്ഞു 2000 മുതൽ 2100 ഉള്ളിൽ വരുന്ന ഇയറിൽ വരുന്ന ചോദ്യങ്ങളിലേക്കാണ് ഈ ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ കീ ഡിജിറ്റ് ഓഫ് ദ വീക്ക് മാറ്റേണ്ടത്. ഇവിടെ ഫ്രൈഡേ ആണ് 1 എടുക്കുന്നത്. ഫ്രൈഡേ 2000 മുതൽ 2100 വരെയുള്ള വർഷത്തിലേക്ക് ഫ്രൈഡേക്കാണ് കീ ഡിജിറ്റ് ഓഫ് ദ വീക്ക് 1 ഫ്രൈഡേ ആണ്. അപ്പോൾ സാറ്റർഡേ 2, സൺഡേ 3, മൺഡേ 4, ട്യൂസ്ഡേ 5, വെനസ്ഡേ 6, തേഴ്സ്ഡേ 0. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ മാറ്റം? മറ്റേതിൽ സൺഡേ ആയിരുന്നു 1. വേറെ ഒരു മാറ്റമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് കാണുക, രണ്ടാമത്തെ സ്റ്റെപ്പ് കാണുക, മൂന്നാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ 6 സ്റ്റെപ്പിലൂടെ 5 സ്റ്റെപ്പിലൂടെ നമ്മൾ ആ പ്രോബ്ലം കണ്ടെത്തുക. കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി 29 മുന്നുള്ള ദിവസമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ഒരു -1 കുറക്കുന്ന കാര്യം പറഞ്ഞു. ലീപ്പ് ഇയറിൽ നിന്നും ഒരു -1 കുറക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫെബ്രുവരി 29 മുന്നുള്ള ദിവസങ്ങളാണെങ്കിൽ അത് ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജനുവരി 14, 2004 ഏതാണ് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ജനുവരി 14, 2004 ഏതാണ് ദിവസം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദ ഇയർ, അതായത് 4. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താവും? ഡേറ്റ് ഓഫ് ദ ഈ ക്വസ്റ്റ്യനിലെ ഡേറ്റ് എത്രയാണ്? 14. മൂന്നാമത്തെ ജനുവരി മന്തിലെ കീ ഡിജിറ്റ് ഓഫ് ദ മന്ത് ജനുവരിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഇത് 1. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 2000 മുതൽ 2004 വരെയുള്ള കണക്കുകളാണ്. അങ്ങനെ 2000 മുതൽ 2004 വരെയുള്ള വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടാവും? അപ്പോൾ ഈ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഒരു ലീപ്പ് ഇയർ ഉള്ളത്. അപ്പം ഒരു ലീപ്പ് ഇയർ. പക്ഷേ ഇവിടെ ഒരു ലീപ്പ് ഇയർ ഉണ്ട്. പിന്നെ എന്ത് വേണം? 2000-ൻ്റെ മുകളിലുള്ളതാണ് വരുന്നതെങ്കിൽ ലീപ്പ് ഇയറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 2000-ന് മുകളിലുള്ള വർഷത്തിലാണ് വരുന്നത് എങ്കിൽ ലീപ്പ് ഇയറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ +1. അപ്പോൾ ഇതെന്തായി? 2 ആയി. ഇനി അടുത്ത നോക്കാം. ജനുവരി 14 എന്നാണ് ഇവിടെ തന്നുള്ളത്. ജനുവരി 14 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ട് 1-ൽ ഫെബ്രുവരി 29 മുന്നുള്ള ഡേറ്റ് ആണെങ്കിൽ എന്ത് വേണം? ലീപ്പ് ഇയർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ കിട്ടിയതിൽ നിന്നും 1 മൈനസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും 2000 മുതൽ 2100 വരെയുള്ള പ്രോബ്ലംസിലും ഇതേ കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്യേണ്ടത്.
പക്ഷേ ഇവിടെ എന്തുണ്ട്, ലീപ്പ് ഇയർ കണ്ടിട്ട് 2000-ന് മുകളിലായതുകൊണ്ട് ഒരു +1 ആഡ് ചെയ്യണം. മാത്രമല്ല ഫെബ്രുവരി 29 മുന്നാണെങ്കിൽ അതിൽ നിന്നും ലീപ്പ് ഇയറിൽ നിന്നും 1 മൈനസ് ചെയ്യും വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്യും. അപ്പോൾ 2 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തത് എന്താണ്? എല്ലാതും ഒരുമിച്ച് ആഡ് ചെയ്യും. 14 + 4 + 1 + 1, അതായത് എത്ര കിട്ടും? എല്ലാം ആഡ് ചെയ്താൽ 14 4 18 19 20 അല്ലേ? 20 എന്ന് കിട്ടും. ആറാമത്തതിൽ എന്ത് ചെയ്യും? 20നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 6 എന്ന് കിട്ടും. ശിഷ്ടമാണ് 6. ശിഷ്ടം 6 കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് നോക്കണം? 6 ഏത് ദിവസമാണ് കീ ഡിജിറ്റ് ഓഫ് ദ ഡേയിൽ നോക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് കീ ഡിജിറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. അപ്പം വെനസ്ഡേയിലാണ് എന്തുള്ളത്? വെനസ്ഡേയിലാണ് 6 എന്ന് പറയുന്നത്. എന്താണ്? വെനസ്ഡേ ഉണ്ടോ? അപ്പോൾ ഏതാ ദിവസം? 6 എന്ന് പറയുന്നത് വെനസ്ഡേ. കിട്ടിയല്ലോ? അപ്പം ജനുവരി 14 ഏതാ ദിവസം? ബുധനാഴ്ചയാണ് ജനുവരി 14. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂൺ 24 2018 ഏതാം ദിവസം? ജൂൺ 20 ഇനി വരാൻ പോകുന്ന കേട്ടോ. ജൂൺ 24 2018 ഏതാ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതണം? 18 എഴുതി, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഇയർ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മന്ത്, ഡേറ്റ് 24. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ജൂൺ ഏതാണ്? ജൂൺ ഏതായിട്ടാണ് വരിക? ജൂൺ വരുന്നത് 5 ആണ്. 5 അല്ലേ? ജൂണിൻ്റെ എന്താ നോക്കൂ, കീ ഡിജിറ്റ് ഓഫ് ദ മന്ത് ജൂൺ 5 ഉണ്ടോ? 5. അപ്പം 5 എടുത്തു. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 2018 ലീപ്പ് ഇയർ കാണണം. 2000 മുതൽ 2018 വരെയുള്ള ലീപ്പ് ഇയർ 18/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? അവിടെ 18/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4 4 16. അപ്പോൾ ലീപ്പ് ഇയർ 4 ലീപ്പ് ഇയർ 4. പക്ഷേ ഞാൻ പറഞ്ഞു 2000-ന് മുകളിലാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? 4 + 1 ആഡ് ചെയ്യണം, 5. ഇവിടെ മറ്റേ ചെയ്യണോ? ഫെബ്രുവരി 29-ന് മുമ്പാണോ? അല്ല, ജൂൺ 24 ഫെബ്രുവരിൻ്റെ 29 കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ -1 ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നാലാമത്തതിൽ 5 എന്ന് കിട്ടി. ഇനിയോ അഞ്ചാമത്തേത് എന്താ? എല്ലാം ആഡ് ചെയ്യണം. 18 + 24 + 5 + 5 അത് = 52 എന്നും കിട്ടും. ആറാമത്തെ എന്ത് ചെയ്യണം? 52നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 52നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ശിഷ്ടം 3 ശിഷ്ടം എന്ന് കിട്ടും. 3 ശിഷ്ടം വന്നാൽ ആ 3 ഏത് കീ ഡിജിറ്റ് ഓഫ് ദ ഡേ ആണ്? ഞായറാഴ്ചയുടെ കീ ഡിജിറ്റ് ഓഫ് ദ ഡേ വീക്കാണ് 3 എന്ന് പറഞ്ഞത്. അപ്പം ഞായറാഴ്ചയാണ് ഈ ജൂൺ 24 2018 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പ്രോബ്ലം? എളുപ്പമാണ്. 1900 മുതൽ 2000 വരെയുള്ള ഒരു പാർട്ടും 2000 മുതൽ 2100 വരെയുള്ള ഒരു പാർട്ടുമാണ് ഇപ്പോൾ നമ്മൾ ഈ 2 പാർട്ടുകളുമായിട്ട് വിശദമാക്കിയത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ് ഈ ഭാഗങ്ങൾ. അതുകൊണ്ട് കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.